കഴിഞ്ഞു. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ആധിപത്യം അവസാനിക്കാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാഖിൽ നിന്നുള്ള പടിയിറക്കം തുടക്കം മാത്രം. ഇസ്രായേലിന്റെ വാക്ക് കേട്ട് പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ അമേരിക്കയുടെ ലക്ഷ്യം അധികാരവും സമ്പത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് എന്നേക്കുമായി. ഇറാനുമായി യുദ്ധം ചെയ്ത് ആ മേഖലയെ സമ്പൂർണ്ണ വിനാശത്തിലേക്ക് തള്ളിയിടാൻ നോക്കിയ അമേരിക്ക ഒടുവിൽ അവിടെ നിന്നും അപ്രത്യക്ഷമാകുകയാണ്. അതെ, പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക നയതന്ത്ര ആധിപത്യത്തിന്റെ തണലിലായിരുന്നു നിലനിന്നിരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. എണ്ണ സമ്പന്നമായ ഈ മേഖലയിൽ സ്വന്തം സാമ്പത്തിക താല്പര്യ സംരക്ഷണം, തന്ത്രപ്രധാനമായ കടൽപാതകളുടെ നിയന്ത്രണം, ഇസ്രായേലിന്റെ സുരക്ഷ, പ്രാദേശിക പങ്കാളികളുമായുള്ള ശക്തമായ സൈനിക സഖ്യം എന്നിവയായിരുന്നു അമേരിക്കയുടെ വിദേശ നയത്തിന്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. എന്നാൽ സമീപകാല സംഭവ വികാസങ്ങളും യുദ്ധങ്ങളും വിശകലനം ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനവും ക്രമാനുഗതമായി കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ മേധാവിത്വം അട്ടിമറിക്കപ്പെടുകയും പരമ്പരാഗത അറബ് ഗൾഫ് പങ്കാളികൾ പോലും വാഷിംഗ്ടണിനെ തള്ളിപ്പറയുന്ന പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെ. അമേരിക്കയുടെ ഈ പതനത്തിന് ആക്കം കൂട്ടിയ ഏറ്റവും നിർണായകമായ ഒരു ഘടകം ഇറാഖിലെയും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലെയും സൈനിക പിന്മാറ്റം തന്നെയാണ്. 2003 ഇറാഖിൽ അധിനിവേശം നടത്തിയ സദ്ദാം ഹുസൈന്റെ ഭരണകൂടത്തെ പുറത്താക്കിയ അമേരിക്കയ്ക്ക് അതിനുശേഷമുള്ള 2 പതിറ്റാണ്ടുകളിൽ അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സുസ്ഥിര ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ കോടിക്കണക്കിന് ഡോളറും ആയിരക്കണക്കിന് സൈനികരുടെ ജീവനും അവിടെ ഹോമിക്കപ്പെട്ടുവെങ്കിലും അന്തിമമായി ഇറാഖിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. ഇറാഖിലെ ശക്തമായ തദ്ദേശീയ എതിർപ്പുകളും ഭരണകൂടത്തിലെ മാറ്റങ്ങളും കാരണം ഘട്ടം ഘട്ടമായി തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക നിർബന്ധിതരായി. ബാഗ്ദാദുമായി ഉണ്ടാക്കിയ സുരക്ഷാ ധാരണകളുടെ അടിസ്ഥാനത്തിൽ സൈനിക സാന്നിധ്യം പരമാവധി കുറയ്ക്കേണ്ടി വന്നത് വാഷിംഗ്ടണിന്റെ സൈനിക പരാജയം മാത്രമല്ല വ്യക്തമാക്കിയത്, മറിച്ച് അവിടെ അമേരിക്ക സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയിലേക്ക് ഇറാൻ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്തു എന്നതാണ്. ഒരു കാലത്ത് സ്വന്തം ആജ്ഞാനുവർത്തിയായി മാറ്റാൻ ശ്രമിച്ച രാജ്യത്ത് നിന്ന് പിന്മാറേണ്ടി വന്നത് മേഖലയിലെ വൻ ശക്തി എന്ന അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പശ്ചിമേഷ്യയുടെ ഭാവി ഇനി എങ്ങോട്ട് എന്ന കാര്യം വളരെ പ്രസക്തവുമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സാമ്പത്തിക പിടി അയയുന്നു. ലോകശക്തി സമവാക്യങ്ങൾ മാറുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ വാർത്ത തന്നെയാണ്. ആഗോളതലത്തിൽ വൻ ശക്തികൾക്കിടയിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഉണ്ടായാലും ഇത്തരം മാറ്റങ്ങളെ പഴിച്ചിരിക്കാതെ ആ സമയത്തും നമുക്ക് സാമ്പത്തികമായി ഉയരാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഇതിപ്പം പറയാൻ കാരണം അങ്ങനെ സാമ്പത്തികമായി ഉയരാനും ലോങ് ടേമിലേക്ക് പണം വളർത്താനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ഇപ്പം ബജാജ് ലൈഫ് അവസരം ഒരുക്കുന്നുണ്ട്. അവരുടെ BSE 500 മൊമെന്റം വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ടോപ്പ് 500 കമ്പനികളിൽ നിന്ന് ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളിലേക്കാണ് നമ്മൾ ഇവിടെ പണം നിക്ഷേപിക്കുന്നത്. അതായത് വാല്യൂ ആൻഡ് മൊമെന്റം ബേസ്ഡ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് ടാക്സ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ നിക്ഷേപകൻ മരണപ്പെട്ടാൽ നോമിനിക്ക് മാസം പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറും കിട്ടും. അതോടൊപ്പം ബാക്കിയുള്ള പ്രീമിയം കമ്പനി തന്നെ മുടങ്ങാതെ അടച്ച് മെച്യൂരിറ്റി തുക കാലാവധി കഴിയുമ്പോൾ നോമിനിക്ക് കൈമാറുകയും ചെയ്യും. NAV 10 ആണ്. ഈ ഫണ്ടിന്റെ ഇൻഡെക്സിന്റെ മുൻകാല പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ 7 വർഷത്തിൽ ശരാശരി പ്രതിവർഷം ഏകദേശം 30.1%, 10 വർഷത്തിൽ ഏകദേശം 21.2% റിട്ടേൺ നൽകിയിട്ടുണ്ട്. പിന്നെ പ്രവാസികൾക്കും ഇതൊരു നല്ല ഓപ്ഷൻ ആണ് കേട്ടോ. മാസം 18,000 ഒക്കെ നിക്ഷേപിച്ചാൽ 2 കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും ഒരു ലോങ് ടേമിലേക്ക് പണം വളർത്താൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പം വന്നിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. എങ്കിലും ഇങ്ങനൊരു അവസരം വന്നത് അറിയാതെ പോകരുത്. പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാൻ ഇനി അധിക ദിവസമില്ല കേട്ടോ. തിരികെ വന്നാൽ ഇതിനോടൊപ്പം തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും അതിൽ അമേരിക്ക സ്വീകരിച്ച പരാജയപ്പെട്ട തന്ത്രങ്ങളും മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക ശക്തി പ്രാപിക്കലിനെയും തടയാൻ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അമേരിക്ക നിരന്തരം ഉപയോഗിച്ചുവെങ്കിലും
ഇറാൻ തങ്ങളുടെ പ്രോക്സി ശൃംഖലകളിലൂടെ മേഖലയിലുടനീളം സ്വാധീനം വ്യാപിപ്പിച്ചു. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ മിലിഷ്യകൾ എന്നിവരിലൂടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇറാൻ ശക്തമായ സാന്നിധ്യമായി മാറി. ഇറാനെതിരെയുള്ള യുദ്ധ സാഹചര്യങ്ങൾ രൂക്ഷമായപ്പോൾ അമേരിക്കൻ നിർദ്ദേശങ്ങൾ കണ്ണടച്ച് അനുസരിക്കുന്നത് സ്വന്തം രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുമെന്ന് അറബ് ലോകവും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണപ്പാടങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കുമെന്നും അത്തരം ഘട്ടങ്ങളിൽ അമേരിക്കയിൽ നിന്ന് തങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷാ കവചം ലഭിക്കില്ല എന്നുമുള്ള ബോധ്യം ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായി. ഇറാനെ പൂർണ്ണമായും ഒതുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അത് മേഖലയിലുടനീളം അമേരിക്കൻ പിന്തുണ ലഭിച്ചിരുന്ന രാജ്യങ്ങളുടെ സുരക്ഷയെ അനിശ്ചിതത്തിലാക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളാണ് എക്കാലവും അമേരിക്കൻ ചേരിയിൽ ഉറച്ചു നിന്നിരുന്ന അറബ് ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കൻ താല്പര്യങ്ങളെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നയിച്ചത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നത് ഏറ്റവും പ്രസക്തമാണ്. അമേരിക്ക മാത്രം നൽകുന്ന സുരക്ഷാ ഉറപ്പുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഇവർ ബഹുധ്രുവ ലോകത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചു. തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഗൾഫ് ഭരണാധികാരികൾ ഒട്ടും മടി കാണിച്ചില്ല. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് വാഷിംഗ്ടണിന് നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയായിരുന്നു. പശ്ചിമേഷ്യയിലെ പരമ്പരാഗത ശത്രുക്കളായ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകോർത്തപ്പോൾ അമേരിക്ക പൂർണ്ണമായും ആ ചർച്ചകളിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അമേരിക്കൻ മേധാവിത്വം ഇല്ലാതെ തന്നെ പ്രാദേശിക സമാധാനം സാധ്യമാണ് എന്ന് ഈ നീക്കം തെളിയിച്ചു. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലും എണ്ണ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഒപെക് പ്ലസ് കൂട്ടായ്മയിലൂടെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ച് ആഗോള വിപണിയിൽ വില കുറയ്ക്കണമെന്ന അമേരിക്കൻ അഭ്യർത്ഥനകളെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം സാമ്പത്തിക ഭദ്രതയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് അവർ ഒരിക്കൽ കൂടി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക നടത്തിയ അപ്രതീക്ഷിതവും ദാരുണവുമായ പിന്മാറ്റം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ അവിശ്വാസം ചെറുതല്ല. പതിറ്റാണ്ടുകളോളം കൂടെ നിന്ന പങ്കാളികളെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോകുന്ന അമേരിക്കൻ ശൈലി തങ്ങൾക്കും നാളെ നേരിടേണ്ടി വരുമെന്ന ഭയം അറബ് ഭരണാധികാരികളിൽ ഉറയ്ക്കാൻ ഇത് കാരണമായി. ഇതിന്റെ ഫലമായി റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനും ബ്രിക്സ് പോലുള്ള പുതിയ ആഗോള കൂട്ടായ്മകളുടെ ഭാഗമാകാനും അവർ തീരുമാനിച്ചു. സാമ്പത്തിക, സൈനിക മേഖലകളിൽ ഒരൊറ്റ വൻശക്തിയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. റെഡ് സീ മേഖലയിലെ വ്യാപാര പാതകളിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേനയ്ക്ക് നേരിട്ട പരിമിതികളും മേഖലയിലെ രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. വൻ സൈനിക ശേഷി ഉണ്ടായിരുന്നിട്ടും വിതരണ ശൃംഖലകളെയും തന്ത്രപ്രധാന കടൽപാതകളെയും പൂർണ്ണമായും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നത് അവരുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇവർക്കിടയിൽ വർദ്ധിപ്പിച്ചത്. ഇതോടെ സൈനിക സഹായത്തിനും സുരക്ഷയ്ക്കുമായി വാഷിംഗ്ടണിനെ മാത്രം ആശ്രയിക്കുന്ന പഴയ രീതി അറബ് ലോകം പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു. ഇറാഖിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം, ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെ തടയുന്നതിൽ സംഭവിച്ച വീഴ്ചകൾ, ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന സ്വാതന്ത്ര്യവും ബഹുധ്രുവ അധിഷ്ഠിതമായ വിദേശ നയം എന്നിവ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ യുഗത്തിന് വിരാമമിടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വൻ ശക്തി പദവിയിൽ നിന്ന് മാറി മേഖലയിലെ മറ്റ് പല സ്വാധീന ശക്തികളിൽ ഒന്ന് മാത്രമായി അമേരിക്ക ചുരുങ്ങുന്ന കാഴ്ചയ്ക്കാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് ഇത്രനാളും പശ്ചിമേഷ്യയെ അടക്കി ഭരിച്ചിരുന്ന അമേരിക്ക അവിടെ നിന്ന് സിംഹാസനം ഒഴിഞ്ഞ് സ്വന്തം തട്ടകത്തിലേക്ക് തന്നെ തിരിഞ്ഞു പോകണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പിന്മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് പശ്ചിമേഷ്യയിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. അപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോയുടെ ഇടയിൽ ബജാജ് ലൈഫിന്റെ BSE 500 മൊമെന്റം വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയെ കുറിച്ച് പറഞ്ഞത്. ലിങ്കും കാര്യങ്ങളും ഞാൻ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നിയാൽ നിക്ഷേപിക്കാവുന്നതാണ്. എന്നാലും അവസരം വന്നത് അറിയാതെ പോകരുത്.
പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാൻ ഇനി അധിക ദിവസമില്ല എന്ന കാര്യം മറക്കണ്ട.